ഇങ്ങനെയാണ് ഇത് എടുത്ത് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജുള്ളവർക്ക് ഫ്രിഡ്ജിൽ വെക്കാം, ഫ്രിഡ്ജ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വെളിയിൽ വെക്കാം. ഒരു 5-6 മാസമൊക്കെ അങ്ങനെ ഇരിക്കാം. ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് കൊക്കോ പൗഡറാണ്. കൊക്കോ പറഞ്ഞാൽ പലതരം ഉണ്ട്, ഓരോ കളർ വ്യത്യാസം തന്നെ ഉള്ളൂ. പക്ഷേ കൊക്കോ എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കും. ഇതിനും വ്യത്യാസം കണ്ടില്ലേ, ഇത് അങ്ങനത്തെയൊക്കെ ഓരോന്ന് പലതരം കൊക്കോ ഉണ്ട്. പക്ഷെ പൗഡർ ആകുമ്പോൾ ഒരേപോലെ ആയിരിക്കുള്ളൂ. ഈ കൊക്കോ നമ്മൾക്ക് ഇവിടെ ഒന്നും കിട്ടില്ല. അതായത് നമ്മുടെ ഇപ്പോൾ ഈ പാലക്കാടോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ സ്ഥലത്തൊന്നും ഇല്ല. ഞങ്ങൾക്കിതൊരു ഫ്രണ്ട് കൊണ്ടുവന്ന് തന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് പെട്ടെന്ന് കൊക്കോ പൗഡർ ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും നോക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് നമ്മൾക്കിത് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ പൊളിച്ച് ഇതിൻ്റെ കുരു എടുക്കണം. അതായത് ഇതിൻ്റെ ഉള്ളിൽ വിതയുണ്ട്, അത് എടുത്തു കഴിഞ്ഞിട്ട് വേണം നമ്മൾക്ക് അതിനെ ഒന്ന് കഴുകി എടുക്കണം. ഫസ്റ്റ് വേണ്ടത് ഇതൊന്ന് പൊളിച്ചെടുക്കുക. ഇത് ഓരോന്നായിട്ട് പൊട്ടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം, നോക്കിക്കോളൂ. എങ്ങനെ വേണമെങ്കിലും പൊട്ടിക്കുക, ഇങ്ങനെ വേണമെങ്കിൽ കീറുക, ഇങ്ങനെ വേണമെങ്കിൽ പൊട്ടിക്കുക. നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നല്ല ബലമുള്ള സാധനമാണ്. ഇതാണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കും. ഇതിന് ഇനി നമ്മളെന്താ വേണ്ടത്, ഓരോന്നായിട്ട് ഇതിനിങ്ങനെ ഇടണം. ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കൈ കൊണ്ട് മെല്ലെ തോണ്ടി ഇതൊക്കെ എടുക്കണം. പക്ഷേ ഇത് കഴിക്കുകയും ചെയ്യും കേട്ടോളൂ. എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലൊരു പുളിയും ടേസ്റ്റുമാണ്. കുട്ടികൾക്കോ വലിയവർക്കൊക്കെ ഇതിങ്ങനെ നല്ല തിന്നാൻ നല്ല മധുരം ഉണ്ടാകും. ഇതിൻ്റെ ഉള്ളിൽ വെതയെ നമുക്ക് ആവശ്യമുള്ളൂ. കണ്ടില്ല, ഇനി ഇതിങ്ങനെ എല്ലാം ഓരോന്നായി ഞാൻ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഓരോന്നും ഇപ്പോൾ ഇത് അങ്ങനത്തെ കളറൊക്കെ വ്യത്യാസമായിട്ടുണ്ടാവും, നോക്കിക്കോളൂ. ഇതാ കണ്ടില്ലേ, അതൊന്നും കുഴപ്പമില്ല, നോക്കിക്കോളൂ. ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കോളൂ, കറക്റ്റായിരിക്കും. ഇതാ കണ്ടില്ലേ ഉള്ളിൽ, ഇത് ഇങ്ങനെ ആയാലും കുഴപ്പമില്ല പറയണം. അപ്പോൾ ഇതെല്ലാം പൊളിച്ചിട്ട് കാണും. അപ്പോൾ ഇതാണ് ഫ്രഷ് സാധനമാണ്, കണ്ടില്ലേ. മരത്തിൽ നിന്ന് ഇപ്പോൾ വലിച്ചിട്ട് വന്ന പോലെ തന്നെ ഇല്ലേ. പഴുത്താല ഇങ്ങനെ ഇരിക്കുള്ളൂ, നല്ല പഴുത്തത് വലിക്കണം, അതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് എന്താ വേണ്ടത്, ഇതെല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി വേണ്ടത് വൃത്തിയായി ഒന്ന് കഴുകിയെടുക്കണം. കഴുകാൻ നല്ല പാടാണ്, എന്താ അതിൽ നല്ലൊരു പശയണേ. അവിടെ നമുക്കിനി വൃത്തിയായി ഒന്ന് കഴുകാം. അങ്ങനെ നല്ലൊരു 3-4 വട്ടം കഴുകണം. എന്താണ് ഇതിൻ്റെ ഒരു തരം പുളിയുണ്ട്, അത് പോകണം. ഇത് കണ്ടില്ലേ, ഇത് നന്നായി പോകണം. ഇത് കണ്ടില്ലേ, നല്ല അങ്ങനെ കഴുകിയെടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതിൽ നല്ല ഇതുണ്ടാവും, തേന് പോലത്തെ ഒരു പശ, അതങ്ങനെ പോകണം. ഒരു പ്രാവശ്യമല്ല, നിറയെ കഴുകണം. ഇതാ കണ്ടില്ലേ, 3-4 വട്ടം വെള്ളത്തിൽ കഴുകണം, എന്നാലേ ഇതിൻ്റെ പശ കംപ്ലീറ്റും പോകണം. അപ്പം അങ്ങനെ 3-4 പ്രാവശ്യം വെള്ളത്തിൽ നല്ല പോലെ കഴുകിയിട്ട് കാണാം. അങ്ങനെ 3-4 വട്ടം കഴുകി കഴിഞ്ഞു, നോക്കിക്കോളൂ. ഇതാ നല്ല 3-4 വട്ടം കഴുകിയതാണ്. എത്ര കഴുകിയാലും ഈ കളർ തന്നെ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇതിനെ കൊണ്ടുപോയി ഉണങ്ങാൻ വയ്ക്കാം. അപ്പം നമുക്കിതിനെ ഉണങ്ങാനിടാം. ഓരോ ഒറ്റയായിട്ട് ഇടണം. അങ്ങനെ നന്നായി ഒന്ന് ഉണങ്ങട്ടെ. ഇപ്പോൾ 2 ദിവസം 3 ദിവസം കൊണ്ടൊന്നും ഉണങ്ങില്ല. ഏകദേശം ഞാൻ പറയണമെങ്കിൽ ഒരാഴ്ച നല്ല പോലെ ഒന്ന് ഉണക്കിയെടുക്കണം, എന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ കൊക്കോ ഉണങ്ങാൻ വെച്ചിട്ട് ഒരാഴ്ച കൂടുതലായി, നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾക്കിനി ഇതിനെ വാരിയെടുക്കാം. അതുകൊണ്ടല്ലേ നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഉണങ്ങണം. അതുകൊണ്ടല്ലേ, അതാ ഇങ്ങനെ ഇടുമ്പോൾ നല്ല ഇതാവണം, നന്നായി ഉണങ്ങണം. നമുക്കിനി ഇതിനെ കൊണ്ട് പാടിക്കൊണ്ട് പൊടിക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കൊക്കോ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇനി നമ്മൾക്കൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കി എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിലൊരു തൊലിയുണ്ട്, അത് പോകാൻ വേണ്ടിയിട്ടാണ്. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. നമുക്കിനി ഗ്യാസ് ഒന്ന് കത്തിക്കാം.
കൊട്ടി കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലോണം ചൂടാകാൻ പാടില്ല. ഒരു എന്താ പറയുക, നമ്മൾക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല, അമ്മാതിരി ചൂടായത് ഓഫാക്കണം. അപ്പം അങ്ങനെ നോക്കിക്കോളൂ. ഇതാ ഈ ലെവലേ ആകാൻ പാടുള്ളൂ, ഒന്ന് നോക്കണം. ഇതാ നമുക്കിപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും, അത്ര മതി. ഗ്യാസ് ഓഫാക്കണം. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിൽ കൊട്ടിക്കൊടുക്കാം. അപ്പം ഞാൻ ഇതൊന്ന് കൊട്ടിക്കൊടുക്കണ്ടേ. ഒന്ന് നന്നായി ചൂടാറട്ടെ, നമുക്കൊന്ന് പരത്തി കൊടുക്കാം. നന്നായി ഒന്ന് ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് തൊലിച്ചെടുക്കാം. ഒരു ചെറിയ ചൂടുണ്ട്, തൊലിക്കുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം. വേണ്ടല്ലേ, എന്നാൽ ഒരു ചെറിയ ചൂട് വേണേനും. ഇപ്പോൾ ലേശം ചൂട് നിൽക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഈ ചെറു ചൂട് നമുക്ക് വേണം. അപ്പം നമുക്ക് ഓരോന്നായി എങ്ങനെ തൊലിച്ചെടുക്കണമെന്ന് നോക്കാം. ഓരോന്നായി നമുക്ക് തൊലിച്ചെടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാം ഇതേപോലെ തൊലിച്ചെടുത്തിട്ട് കാണാം. അപ്പം അങ്ങനെ തൊലി കളഞ്ഞ് കഴിയാറായി, നോക്കിക്കോളൂ. കഴിഞ്ഞു, ഇനിയിപ്പോൾ ഒരു 2-3 ഉള്ളൂ. അപ്പം അങ്ങനെ നമ്മുടെ കൊക്കോ തൊലിച്ച് കഴിഞ്ഞ് ഇനി പൊടിക്കണത് എങ്ങനെയാണ് കാണിക്കുക. അതാണ്ടല്ലോ ഇത്രയും തൊലി ഇതിലുണ്ട്. ഇത്രയും തൊലി എടുത്തിരിക്കുകയാണ്. അപ്പം ഇനി പൊടിക്കണത് എങ്ങനെയാണ് നമുക്ക് കാണണ്ടേ. ഇതുപോലെ ഒരു ജാർ എടുക്കുക. ജാറിൻ്റെ ഉള്ളിൽ കുറച്ചായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. നമുക്ക് ഇനി പൊടിച്ചെടുക്കാം. നമുക്കിനി ഇതിന് ചലിച്ചെടുക്കാം. ചലിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ 3 തട്ടുണ്ടാവും. ഇത് വന്നിട്ട് വളരെ നൈസാണ്. ഇത് വെച്ചിട്ട് വേണം ചലിക്കണമെങ്കിൽ. ഇത് 2 എടുക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ കൊട്ടി കൊടുക്കണ്ട്, നോക്കിക്കോളൂ. ചലിച്ചെടുക്കുക. വളരെ നൈസായിട്ടേ വീഴുള്ളൂ. ഇതേപോലെ നമുക്ക് ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ട് കാണാം. നല്ല നൈസായിട്ട് ചല്ലടി എടുക്കണം. നമ്മൾ മെല്ലെ ചെയ്യാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒന്നിച്ചങ്ങോട്ട് നല്ല അടിച്ചു കഴിഞ്ഞാൽ നല്ല കട്ടയാകാനും സാധ്യതയുണ്ട്. കുറച്ച് മെല്ലെ അടിച്ചിട്ട് വേണം നമുക്ക് പൊടിച്ചെടുക്കണമെങ്കിൽ. നല്ല സ്പീഡിൽ വെച്ച് അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെ ഒരു കട്ടയാവും. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ചായിട്ട് അടിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെയും കൂടി കഴിഞ്ഞു, നോക്കാം നമുക്ക്. ലേശം തരിയുണ്ട്, ഇത് സാരമില്ല. ഒറിജിനൽ കൊക്കോ പൗഡർ എങ്ങനെയാണ് നോക്കിക്കോളൂ. ഇതാ ഇങ്ങനെ ഞാൻ പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്ര കളറ് കിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ നല്ലപോലെ ഉണക്കി ഒരു ലേറ്റായിട്ടേ വറുത്തിട്ടുള്ളൂ. കടയിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് ഇത്തിരി ഇതൊന്നൊരു വ്യത്യാസം വരുന്നുണ്ട്. ഞാൻ നോക്കിയിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെയൊക്കെ കേക്കിലിടുമ്പോൾ ഞങ്ങൾ നോക്കിയതാണ്. അപ്പോൾ ഇത്തിരി കളറ്, ഒരു ഡിം കളർ. ഇതാണ് ഒറിജിനൽ കളർ. ഇതാണ് നമുക്ക് വേണ്ടതും. എന്താണെന്ന് വെച്ചിട്ട് നമ്മളപ്പോൾ
ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കളറാണ് നമുക്ക് ആവശ്യം. നമ്മൾ അതിനെന്ത് കാട്ടും, മുട്ടായി അതിലേക്ക് ഇടുന്നതൊക്കെയാണ്. കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് അതിൽ കെമിക്കൽ ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കണോ, പക്ഷേ എന്താ അറിയില്ല. പക്ഷെ ഇത് ഒറിജിനൽ ഇങ്ങനത്തെയാണ്. ഇതേപോലെ കൊക്ക ഉള്ളവർ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് പൊടിച്ച് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ കേക്ക് ഉണ്ടാക്കുക, അതേപോലെ ഐസ്ക്രീം ഉണ്ടാക്കുക, പല സാധനങ്ങളും നമുക്കിതിൽ കൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ഒറിജിനലുമാണ്. പൊടിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, എത്ര കാലം വേണമെങ്കിലും അങ്ങനെ ഇരിക്കും. നല്ല ബോട്ടിലാക്കി അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തിലേക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. അതായത് എല്ലാവർക്കും എല്ലാതും ഉപയോഗിക്കാൻ പറ്റില്ല. കേക്ക് ഉണ്ടാക്കുന്നവർക്ക്, ഐസ്ക്രീം ഉണ്ടാക്കുന്നവർക്കൊക്കെ ഒറിജിനലായിട്ട് നമുക്ക് കൊടുക്കാമല്ലോ, കെമിക്കലൊന്നും ചേർത്താണ്ട്. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ചില വീട്ടുകളിലൊക്കെ ഇത് നിറയെ ഉണ്ടാവണമെന്നാണ്. കുറച്ച് പണിയേ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ ഇതങ്ങനെ പൊടിച്ചേ എടുത്തു കഴിഞ്ഞു. നോക്കിക്കോളൂ, ഇതേപോലെയൊക്കെ എല്ലാവരും ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കണോ. ഇതേപോലെ എല്ലാ കുട്ടികളും ഉണ്ടാക്കുക, എന്നിട്ട് എനിക്ക് അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അയയ്ക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ വേണമെച്ചാൽ ഞാൻ അതിൻ്റെയും അയച്ചു തരുന്നതായിരിക്കും. ഇതിന് നിങ്ങൾ കിടിലമായിട്ടുള്ള വീഡിയോ വിടുന്നതായിരിക്കും. അതുവരയ്ക്കും ബായ്. ഇപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് എടുത്ത് വെക്കേണ്ടതും കൂടെ ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലെ നല്ല ചില്ലിൻ്റെ ബോട്ടിൽ എടുക്കുക. നല്ലോണം ഇത് ഞാൻ ഉണക്കി വെച്ചതാണ്, കഴുകി ഉണക്കി വെച്ചതാണ്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നിറയ്ക്കാം. കൈ തൊടാനോ നമ്മൾ വെള്ളം ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെയാണ് ഇത് എടുത്ത് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജുള്ളവർക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വെളിയിൽ വെക്കാം. ഒരു 5-6 മാസമൊക്കെ അങ്ങനെ ഇരിക്കും. എന്താണെന്ന് വെച്ചാൽ നല്ലോണം ഉണക്കി പൊടിച്ച് വെച്ച സാധനമാണ്. അതുകൊണ്ട് നമ്മളൊന്ന് ഒന്നും വർക്കും കൂടെ ചെയ്യണത് കാരണം പൊടി ഒരിക്കലും കേടുവരില്ല. ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ വർഷങ്ങളിരിക്കും. ഇല്ല, നമുക്ക് ഫ്രിഡ്ജില്ലാത്തവരാണെങ്കിൽ ഒരു 5-6 മാസമൊക്കെ അങ്ങനെ നമുക്ക് എടുത്ത് വെക്കാം. നമ്മൾ ഇത് ചൂടാക്കിയിട്ട് അത് പൊടിക്കാണ്ട് വെച്ചാലും മതി. ആ കുരുവ് വന്നിട്ട് കൊക്കോ വന്നിട്ട് പൊടിക്കാണ്ട് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് പൊടിച്ചെടുക്കാം. ഇല്ല, നന്നായി പൊടിച്ച് വെക്കണമെന്നവരാണെങ്കിൽ ഫ്രിഡ്ജുള്ളവർക്ക് ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തിൽ കൂട്ടിയും കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മണം പോലെ വേറെ ഏതും ഉണ്ടാവില്ല. ഇതേപോലെ എല്ലാവരും ശ്രമിക്കുക. അതുവരയ്ക്കും ബായ്.